ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മൾ പേജ് നമ്പർ 30-ൽ 7 പ്രോബ്ലം വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 8ാമത്തെ തൊട്ട് നമുക്ക് നോക്കി നോക്കാം. എന്താണ് ആ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ഇഫ് ബോത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ ആർ ഈക്വൽ ദെൻ ഇറ്റ് ഈസ് എ പാരലോഗ്രാം. ഒരു ക്വാഡ്രിലേറ്ററിന്റെ ബോത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതൊരു പാരലോഗ്രാം ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ക്വാഡ്രിലേറ്ററിൽ അതിന്റെ ബോത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ജോഡി ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെയാണ്? ഇതൊരെണ്ണം, 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 ഇതൊരെണ്ണം. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് ഒരു പാരലോഗ്രാം ആണ്. ഇത് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാരലോഗ്രാം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അപ്പൊ ഈ രണ്ടെണ്ണം ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പാരലൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് ഇത് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുക? അപ്പൊ നമുക്കിപ്പോൾ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് ലെസൺ ആണ് പഠിക്കുന്നത്. അപ്പൊ നമുക്കിതിനെ ട്രയാങ്കിൾ ആക്കി മാറ്റിയിട്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആക്കാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെ ആംഗിൾസിന്റെ പ്രത്യേകതയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പൊ ഇതിനെ നമുക്ക് ആദ്യം തന്നെ എന്താക്കി മാറ്റണം? ട്രയാങ്കിൾസ് ആക്കണം. ട്രയാങ്കിൾസ് രണ്ട് ട്രയാങ്കിൾ ആക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഒരു ഡയഗണൽ ഇങ്ങോട്ട് വരച്ചാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫിഗർ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ആദ്യമേ നിങ്ങൾ പാരലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുക. ക്വാഡ്രിലേറ്ററിൽ ഒരെണ്ണം വരയ്ക്കുക. എന്നിട്ട് ഇതിനെ ഈ രണ്ട് ട്രയാങ്കിൾ ആക്കി മാറ്റി. ഈക്വൽ ട്രയാങ്കിൾ ആണോ എന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്നിട്ടുള്ളത് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ADC എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ട് ഈക്വൽ ആണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഓരോ സൈഡ് എടുത്ത് നോക്കി നോക്കാം. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് AB ഈക്വൽസ് ഈ ട്രയാങ്കിളിന്റെ DC അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ABയും DCയും ഈക്വൽ ആയിരിക്കും. അപ്പൊ AB എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ്, ഈ ട്രയാങ്കിളിന്റെ DC എന്ന് പറയുന്ന സൈഡ് ഈക്വൽ ആണ്. ഓക്കെ. ആൻഡ് ഇനി ഈ ട്രയാങ്കിളിന്റെ BC എന്ന് പറയുന്ന സൗണ്ട് BC ഈക്വൽസ് BCക്ക് ഈക്വൽ ആയിട്ട് ഈ ട്രയാങ്കിൾ ഏതാണ്? AD. ആൻഡ് ഇനി ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ രണ്ട് ട്രയാങ്കിൾസിന്റെ മൂന്നാമത്തെ സൈഡാണ് AC. രണ്ടിനും കോമൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? AC ഈക്വൽ ടു AC. അപ്പൊ ഇതിന്ന് 3 sides of a triangle are equal to 3 sides of another triangle അല്ലേ? നമ്മൾ ആദ്യം പഠിച്ച പ്രിൻസിപ്പൾ. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. പിന്നെ മാത്രമല്ല അതിന്റെ the angles opposite to equal sides are also equal. ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസും ഒന്ന് എടുത്തെഴുതാം. ABയും ഈക്വൽ ടു DC എന്ന് പറയുമ്പോൾ ABക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിളും DCക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ABക്ക് ഈ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഏതാണ്? ACB അതല്ലേ? ആംഗിൾ ACB ഈക്വൽസ് ഞാൻ ചിലപ്പോ പറയും ACB എന്നൊക്കെ, ചിലപ്പോൾ എടുത്തെഴുതുമ്പോൾ അത് ADC അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ വല്ലതും അത് മനുഷ്യ സഹജമായ മിസ്റ്റേക്സ് ആണ്. നിങ്ങൾ അത് എന്താ പറയുക, അതുപോലെ തെറ്റ് ആവർത്തിക്കരുത്. എനിക്ക് തെറ്റ് പറ്റിയതാവാം ചിലപ്പോൾ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ആംഗിൾ ACB എന്നല്ല ഞാൻ എഴുതിയിട്ടുള്ളത്. അതെ. അപ്പോൾ ABക്ക് ഈക്വൽ DC ആണ്. DC. അപ്പോൾ DCക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഏതാണ്? ഇത്. ഇപ്പൊ നമ്മൾ എഴുതിയ ആംഗിൾ ഇതാണ് അല്ലെ? ACB DAC ആംഗിൾ DAC. ഇതിന്റെ റീസൺ നമ്മൾ എന്തെഴുതും? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസിന് എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഈ രണ്ട് സൈഡിനെ ഒരു ലൈൻ കൊണ്ട് കട്ട് ചെയ്തപ്പോ ഉണ്ടായ എന്ത് ആംഗിൾസ് ആണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണിത്. ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈക്വൽ ആവണമെങ്കിൽ ഈ രണ്ട് ലൈൻസും എന്തായിരിക്കണം? പാരലൽ ലൈൻസ് ആയിരിക്കണം. പാരലൽ അല്ല എങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവില്ല. രണ്ട് പാരലൽ ലൈൻസിൽ തേർഡ് ലൈൻ കട്ട് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ ആവുക. അല്ലാതെ സാധാരണ പാരലൽ അല്ലാത്ത രണ്ട് ലൈൻസിനെ തമ്മിൽ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ലൈൻസ് ഈക്വൽ ആവില്ല. ഈക്വൽ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായി ADയും BCയും പാരലൽ ആണ്. മനസ്സിലായില്ലേ? കാരണം എന്താണ്?
ഈ ആംഗിൾസ് ഈക്വൽ ആണ്, അപ്പോൾ ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. സോ ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി AD പാരലൽ AC എന്ന് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത രണ്ട് സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് നമുക്ക് നോക്കാം. BC ഈക്വൽ ടു AD. BC എവിടെ? BCക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ഇത് അല്ലേ? ആംഗിൾ CBA അല്ലെങ്കിൽ AB, സോറി ഈ ആംഗിൾ അല്ലേ? അപ്പോൾ BAC, ആംഗിൾ BAC ഈ ആംഗിൾ. ഇനി BCക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ് AD ആണ്. AD, അപ്പൊ AD എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഇതാണ്. DCA ഈക്വൽസ് ആംഗിൾ DCA. ഓക്കെ, അപ്പോ BAC എന്ന് പറയുന്ന ഈ ആംഗിളും DAC എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. ഇതിൽ ഈ രണ്ട് ആംഗിൾസിന്റെ പ്രത്യേകത എന്താ? ഈ രണ്ട് ലൈൻസിനെ ഈ ലൈൻ കൊണ്ട് കട്ട് ചെയ്തപ്പോൾ ഉണ്ടാകിയ ഇങ്ങനെ ഉണ്ടായ എന്ത് ആംഗിൾസ് ആണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പൊ ഇതും ഈക്വൽ ആയ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായി ABയും BCയും പാരലൽ ആണ്. AB പാരലൽ BC. അപ്പൊ നമുക്ക് AB പാരലൽ DC, AB പാരലൽ DC, അതുപോലെ AD പാരലൽ BC. ഞാൻ നേരത്തെ AC എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ AC എന്ന് പറയും, BC എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എഴുതുമ്പോൾ ചിലപ്പോൾ അതറിയാണ്ട് അങ്ങനെ മിസ്റ്റേക്ക് സംഭവിക്കുന്നതാണ്. സോറി. അപ്പൊ നമുക്ക് രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന് കിട്ടി. സോ ദിസ് ക്വാഡ്രിലേറ്ററൽ ഈസ് എ പാരലോഗ്രാം. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ABCD ഈസ് എ പാരലോഗ്രാം. AP ഈക്വൽ ടു CQ. Prove that PBQD is a parallelogram. PBQD, ഇത് P ആണ്. PBQD is a parallelogram എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യമേ ABCD പാരലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ABCD പാരലോഗ്രാം ആകുമ്പോൾ ABയും DCയും പാരലലുമാണ്, ഈക്വലും ആയിരിക്കും. എന്ന പോലെ ADയും BCയും പാരലലുമാണ്, ഈക്വലും ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ബോത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് APയും CQവും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലെടുക്കുന്ന ഈ ചെറിയ ക്വാഡ്രിലേറ്ററൽ പാരലോഗ്രാം ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. പാരലോഗ്രാം ആവണമെങ്കിൽ ഇത് രണ്ടും ഓപ്പോസിറ്റ്, ഒന്നുകിൽ ഈ ഓപ്പോസിറ്റ് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. എന്ത് ചെയ്താലും നമുക്കത് പാരലോഗ്രാം ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യം നമുക്ക് ഈ രണ്ട് സൈഡ് എടുക്കാം. ഈ രണ്ട് സൈഡ് എടുക്കാൻ എളുപ്പമാണ്. കാരണം AB ഈക്വൽസ് DC. എന്താ കാരണം? ABCD is a parallelogram. So opposite sides are equal. ഇനി AP equals CQ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. given. എങ്കിൽ AB മൈനസ്, അതായത് AB എന്ന് പറയുന്ന ഈ സൈഡിൽ നിന്നും AP നമുക്ക് മൈനസ് ചെയ്യാം. ABയിൽ നിന്നും AP മൈനസ് ചെയ്താൽ കിട്ടുന്ന ഈ PB എന്ന് പറയുന്നത് ഇതുപോലെ DC, ABക്ക് ഈക്വൽ ആണ് DC. DCയിൽ നിന്നും ഈ CQ മൈനസ് ചെയ്ത് DCയിൽ നിന്നും CQ മൈനസ് ചെയ്ത് കിട്ടുന്ന ഈ DQവും ഈക്വൽ ആയിരിക്കുമല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം therefore PB equals QD, അല്ലേ? PBയും QD, അതായത് DQവും ഈക്വൽ ആയിരിക്കും എന്നിതിൽ നിന്നും മനസ്സിലായില്ലേ? വലിയ സൈഡിൽ നിന്ന് ചെറുത് തന്നിട്ടുള്ളത് മൈനസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. അപ്പോൾ മൈനസ് ചെയ്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ നമുക്ക് ഈ പാരലോഗ്രാമിന്റെ ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിനി ഈ രണ്ട് സൈഡാണ് അറിയേണ്ടത്. ഈ രണ്ട് സൈഡ് അറിയാനായിട്ട് ഇതിനെ ഒരു ട്രയാങ്കിളിന്റെ ഇതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്, ഇല്ലേ?
ട്രയാങ്കിൾ എ പി ഡി എന്ന് പറയുന്നതും ട്രയാങ്കിൾ ബി ക്യു സി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കാണാം. ഈ രണ്ട് ട്രയാങ്കിൾസിന് നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്. സോ ദിസ് ഇസ് എ പാരലോഗ്രാം എന്ന് നമുക്ക് പറയാൻ പറ്റും. കൺസിഡർ ദീസ് ട്രയാങ്കിൾസ്, ഇതും ഇതും. ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾസിന്റെ ഈ സൈഡും ഈക്വൽ ആണ് അല്ലേ? എ ഡി ഈക്വൽസ് ബി സി. അതെങ്ങനെ മനസ്സിലായത്? എ ഡിയും ബി സി ഈക്വൽ ആണെന്ന്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് സൈഡ് കിട്ടി. ഈ രണ്ട് സൈഡോ, ഇനി ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഉള്ള സൈഡാണ് ഇതും ഇതും. എ പി ഈക്വൽ സി ക്യു. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സൈഡും അതുപോലെ ഈ സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടി. ഇത് രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ അല്ലേ? ഈ വലിയ പാരലോഗ്രാമിന്റെ, ഇതൊരു പാരലോഗ്രാം ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സോ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടി ആംഗിൾ എ ഈക്വൽസ് ആംഗിൾ സി. എന്താ കാരണം? ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ഇപ്പൊ നമുക്ക് കിട്ടി ടു സൈഡ്സ് ആൻഡ് an angle between them of a triangle. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആൻഡ് ആംഗിൾ, അതിന്റെ രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾ, and the two sides and an angle between them of another triangle. വേറെ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും അതിനിടയിൽ കിടക്കുന്ന ആംഗിളും ഈക്വൽ ആയാൽ ദീസ്, അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. സോ ദ തേർഡ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ തേർഡ് സൈഡ് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? പി ഡി ഈക്വൽസ് ബി ക്യു. ശരിയല്ലേ? ഞാൻ എഴുതുന്നതൊക്കെ ശരിയല്ലേ? പി ഡി ഈക്വൽസ് ബി ക്യു. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ആൻഡ് ബാക്കി വന്നേക്കുന്ന ഈ രണ്ട് സൈഡും മറ്റേ രണ്ട് ഓപ്പോസിറ്റ് സൈഡും കൂടി ഈക്വൽ ആണെന്ന് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ദിസ് ക്വാഡ്രിലേറ്ററൽ ഈസ് എ പാരലോഗ്രാം. മനസ്സിലായി? അടുത്ത ക്വസ്റ്റ്യൻ, prove that if all sides of a parallelogram are equal, then each diagonal is the perpendicular bisector of each other. അതായത് ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലോഗ്രാം ആണ്. അതായത് ഇതൊരു 5 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇതും 5, ഇതും 5, ഇത് 5, ഈ 4 സൈഡും ഈക്വൽ അളവാണെന്ന് വിചാരിക്കും. എങ്കിൽ ഇതിന്റെ സാധാരണ ഒരു പാരലോഗ്രാമിൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഡയഗണൽസ് തമ്മിൽ ബൈസെക്ട് ഈച്ച് അതർ. രണ്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും, തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ടിന്റെയും മിഡ് പോയിന്റിലൂടെയാണ് കടന്നു പോവുക. രണ്ട് ഡയഗണൽസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നത് ബൈസെക്ട് ചെയ്യുന്നത് മാത്രമല്ല, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഇവിടെയൊക്കെ 90 ഡിഗ്രി വരണം. അങ്ങനെ വരും എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ട്രയാങ്കിൾസ് എടുക്കാം. ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഇതില് ഫിഗർ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മളൊരു ഫിഗർ വരച്ചു, പേര് കൊടുത്തു. രണ്ട് ഡയഗണൽസ് കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ O എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് എടുക്കാം. AOBയും BOCയും എടുക്കാം. ഏത് വേണമെങ്കിൽ എടുക്കാം. അടുത്തടുത്ത് എടുക്കുന്ന രണ്ടെണ്ണം എടുക്കണം എന്ന് മാത്രം. അപ്പോഴാണ് നമുക്കിങ്ങനെ ഈ രണ്ടെണ്ണം നമുക്ക് ലീനിയർ പെയർ ആക്കിയിട്ട് ഇതിനെ നമുക്ക് 90 ഡിഗ്രി ആണോ വരുന്നത്, പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി വരണമല്ലോ. അപ്പോൾ അത് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് അടുത്തടുത്ത് എടുക്കുന്ന രണ്ട് ട്രയാങ്കിൾസ് എടുക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് കൺസിഡർ ദ ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ BOC. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ഈ ട്രയാങ്കിൾ ABയും ഈ ട്രയാങ്കിളിന്റെ BC എന്ന് പറയുന്ന സൈഡ് ഈക്വൽ അല്ലേ? AB ഈക്വൽസ് BC ആണോ? ഈക്വൽ ആണോ? ആണല്ലോ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പാരലലോഗ്രാമിന്റെ 4 സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ABയും BCയും ഈക്വൽ ആയിരിക്കും. ഇനി ഈ രണ്ട് സൈഡ് നോക്കൂ. AO എന്ന് പറയുന്ന സൈഡും CO എന്ന് പറയുന്ന സൈഡും ഈ ട്രയാങ്കിളിന്റെ ഇത് നോക്കാം. BO ഈക്വൽസ് BO. രണ്ട് ട്രയാങ്കിളിന് കോമൺ ആയിട്ടുള്ള സൈഡാണ്. അപ്പോൾ അത് കോമൺ സൈഡ് ഈക്വൽ ആണ്. ഇനിയുള്ള ശേഷിക്കുന്ന ഒരു സൈഡ്, ഇതിലത്തെ ആംഗിൾസിനെ കുറിച്ചിട്ട് നമുക്കൊരു ബോധമില്ല. അത് നമുക്ക് 3 സൈഡ് പിടിക്കാം.
അപ്പോൾ എ ഒ എന്ന് പറയുന്ന സൈഡും സി ഒ എന്ന് പറയുന്നതാണ് ഇനി ബാക്കി കിടക്കുന്ന സൈഡുകൾ അല്ലേ. എ ഒ എന്ന് പറയുന്ന സൈഡും ബി ഒ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് എന്ന് ഞാൻ പറയും. എന്താ കാരണം? നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പ്രൂവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്ക് പഠിച്ച കാര്യമാണ്. ഒരു പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് തമ്മിൽ ബൈസെക്റ്റ് ചെയ്യും അല്ലേ. ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡയഗണൽ കട്ട് ചെയ്തപ്പോൾ കറക്റ്റ് സെൻറ്ററിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. പാരലോഗ്രാമിൻ്റെ പ്രത്യേകതയാണത്. ബാക്കി സാധാരണ വെറുതെ ഒരു ക്വാഡ്രിലേറ്ററിൽ അങ്ങനെ ബൈസെക്റ്റ് ചെയ്യില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് തമ്മിൽ ഡിവൈഡ് ചെയ്യില്ല, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യില്ല. ഇതതുകൊണ്ട് ഇത് പാരലോഗ്രാം ആയതുകൊണ്ട് എ ഒ ഈക്വൽ ടു സി ഒ എന്ന് തന്നെയാണ്. ബി ഒ എന്നാണ് ഞാൻ എഴുതിയത്. എന്താ ചെയ്യുക? സി ഒ ആണ് വരാം. എ ഒ ഈക്വൽ ടു സി ഒ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? രണ്ട് ട്രയാങ്കിൾസിൻ്റെയും 3 സൈഡുകളും ഈക്വൽ ആണ്. സോ ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഈക്വൽ ട്രയാങ്കിൾസ് ആകുമ്പോൾ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദീസ് ഈക്വൽ സൈഡ് ഈക്വൽ ആവണ്ടേ? അപ്പം നമുക്ക് നോക്കാം. എ ബിയും ബി സിയും ഈക്വൽ ആണ്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസ് ഈക്വൽ ആണ്. എ ബിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ എ ഒ ബി ഈക്വൽസ് ആംഗിൾ സി ഒ ബി അല്ലേ. സി ഒ ബി ശരിയല്ലേ? എ ഒ ബി ആൻഡ് ബി ഒ സി ഇത് രണ്ടും ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസിന് സൂക്ഷിച്ച് നോക്കിയാൽ വേറെ പ്രത്യേകത, രണ്ട് ലീനിയർ പെയറാണ്. അപ്പോൾ ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ സി ഒ ബി എത്ര കിട്ടണം? ലീനിയർ പെയർ ആകുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. രണ്ടും ഈക്വലുമാണ്. അപ്പോൾ ഇത് രണ്ടും എത്ര വീതമായിരിക്കും? 180 ഡിഗ്രി മൈനസ് 2 ഈക്വൽസ് 90 ഡിഗ്രി. അപ്പോൾ ഇത് ഓരോന്നും എത്ര വീതം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. 90 ഡിഗ്രി വീതം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് 90 ഡിഗ്രി കിട്ടും. ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, കാരണം രണ്ട് ലീനിയർ പെയർ ആണ്. ഇത് 90 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 90 ആയിരിക്കും, ലീനിയർ പെയർ ആണ് അല്ലേ. അങ്ങനെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി വീതമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈക്വൽ സൈഡുകൾ 4 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് തമ്മിൽ ബൈസെക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. ഇൻ ദ ഫിഗർ O is a center, AB is diameter, C is the point of a circle. AB diameter ആണ്, O center ആണ്. സർക്കിളിന്മേലുള്ള ഒരു C എന്ന് പറയുന്നത് പോയിന്റ് ഓൺ സർക്കിൾ. സർക്കിളിന്മേലുള്ള ഒരു പോയിന്റ് ആണ് C. ഇനി ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ സി ഒ ബി തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന ആംഗിൾ സി എ ബിയുടെ മെഷർ, അതായത് ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മൾ മുന്നേ പഠിച്ചതാണ് അല്ലേ. ഇങ്ങനെ സെൻറ്ററിൽ നിന്നും രണ്ട് സർക്കിളിലേക്കുള്ള രണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ നിന്നും വരുന്ന രണ്ട് ലൈൻസ് ആകുമ്പോൾ ഈ രണ്ട് ലൈൻസും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സോ ദിസ് ട്രയാങ്കിൾ ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഏത് രണ്ട് സൈഡാണ് ഈക്വൽ? എ ഒ ഈക്വൽ സി ഒ അല്ലേ. ഇത് രണ്ടും ഈക്വൽ സൈഡ്സ് ആണ്. സോ ദീസ് ടു സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവണം. ഈ രണ്ട് സൈഡും ഈക്വൽ ആകുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന രണ്ട് ആംഗിൾസും ഈക്വൽ ആവണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കണ്ടുപിടിക്കാം. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, കാരണം ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇത് 50 ഡിഗ്രി ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? ലീനിയർ പെയർ ആണ്. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 130 അല്ലേ. 130 ഡിഗ്രി ആയിരിക്കും അല്ലേ. 130 ആകുമ്പോൾ ഇനി ഈ ട്രയാങ്കിൾ നോക്കൂ. ഈ ട്രയാങ്കിൾ 130 ഡിഗ്രി ഇത് വന്നപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 50 വരണം. അപ്പോഴാണ് 180 ഡിഗ്രി ആവുള്ളൂ ഒരു ട്രയാങ്കിളുടെ 3 ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് 25 ഡിഗ്രി, ഇത് 25 ഡിഗ്രി വീതം വരണം അല്ലേ. ആംഗിൾ സി ഒ ബി ഈക്വൽസ് 50 ഡിഗ്രി. ദെൻ ആംഗിൾ എ ഒ സി എന്ന് പറയുന്ന ഈ ആംഗിൾ 130 ഡിഗ്രി ആണ്, ബിക്കോസ് ലീനിയർ പെയർ. ഇനി ആംഗിൾ ആംഗിൾ സി എ ബി
CAB equals angle OAC. Sorry, OCA. Angle OCA equals 25 degree. രണ്ടും കൂടി 25 ഡിഗ്രി ആണ്. കാരണം എന്താ? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇത് സിമ്പിൾ കണക്കാണ്. ഇത് അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതായത് ഡ്രോ അനാദർ ഫിഗർ. ഇതുപോലത്തെ വേറൊരു ഫിഗർ ഇതേപോലെ തന്നെ വരയ്ക്കുക. ആംഗിൾ മാറ്റിയിട്ട് വരയ്ക്കുക. ഇതിപ്പോൾ 50 ഡിഗ്രി എന്നുള്ളത് നിങ്ങൾ വേറെ ആംഗിൾ ഒരു 80 ഡിഗ്രിയോ ഇഷ്ടമുള്ളൊരു ആംഗിൾ വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 80 ഡിഗ്രി ആണ് വരണമെങ്കിൽ ഇവിടെ എത്ര വരും? അപ്പോൾ ഇത് 100 ആയി മാറും. ഇത് 100 ആയി മാറുമ്പോൾ ഇത് രണ്ടും എത്ര വീതമായി മാറണം? ഇത് 100 ആകുമ്പോൾ ഇത് ബാക്കി 80 വരണം. യെസ്, 80 വരണം. അപ്പോൾ ഇത് 40 വീതം വരണം. അപ്പോൾ 40 100 ആകുമ്പോൾ ശരിയല്ലേ? 180 ഡിഗ്രി. അപ്പം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. എത്ര ഡിഗ്രി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഈ ക്വസ്റ്റ്യൻ ആയാലും ഇതുപോലെ തന്നെയാണ്. എ ബി ഡയമീറ്റർ, ഒ സെൻറ്റർ, സി എന്ന് പറയുന്നത് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. ഇനി നേരത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സിയും പിയും കൂടി ജോയിൻ ചെയ്തിരിക്കുന്നത് മാത്രം അല്ലേ? ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. ഇനി ചോദിച്ചിരിക്കുന്ന ആംഗിൾ ഏതാണെന്ന് പറയുമ്പോൾ കമ്പ്യൂട്ട് ആംഗിൾ ACB. ACB എന്ന് പറയുന്ന ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ ആംഗിളും കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ ACB കിട്ടും. ഇതിങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് നോക്കൂ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ബിക്കോസ് AOയും COയും ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. അതുകൊണ്ട് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവണം അല്ലേ? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇത് നമുക്ക് എത്ര കിട്ടും? ഇത് 50 ആകുമ്പോൾ ഇത് 130. നേരത്തെ പോലെ തന്നെ. അപ്പോൾ ഇത് 25 വീതം വരും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി, 25 കിട്ടി. അതുപോലെ തന്നെ നോക്കൂ, ഈ ട്രയാങ്കിൾ നോക്കൂ. ഈ ട്രയാങ്കിളിന്റെ OC ഈക്വൽ ടു OB. OCയും OBയും ഈക്വൽ ആണ്. എന്താ കാരണം OCയും OBയും ഈക്വൽ ആവാൻ? രണ്ടും സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആകുമ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആവണം. അപ്പോൾ ഇത് 50 ഡിഗ്രി ആയതുകൊണ്ട് ബാക്കി 130 ഡിഗ്രി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് 130 ഡിഗ്രി വരണം. അപ്പോൾ 130 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് വരും 65 ഡിഗ്രി വീതമാണ് ഇത് രണ്ടും. ഇത് 65, ഇത് 65. അപ്പോൾ ആംഗിൾ ACB എന്ന് പറയുന്നത് എന്താണ്? ACB എന്ന് പറയുന്ന ഈ ആംഗിൾ ഈ രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ 25 ഡിഗ്രി പ്ലസ് 65 ഡിഗ്രി ഈക്വൽസ് 90 ഡിഗ്രി എന്ന് കിട്ടും. ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഇതുപോലെ തന്നെ വേറൊരു ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വേറെ ഫിഗർ വരയ്ക്കുക, സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് ഇതൊരു വേറെ ആംഗിൾ നേരത്തെ പോലെ തന്നെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇതിന് ഇടുക ABC. ഇതൊരു 80 ഡിഗ്രിയോ അങ്ങനെ ഇഷ്ടമുള്ളൊരു ഡിഗ്രി ആംഗിൾ ഇട്ട് കൊടുക്കുക. ഇത് ജോയിൻ ചെയ്തിട്ട് ഇത് ജോയിൻ ചെയ്തിട്ട് ഈ ആംഗിൾ മെഷർ ചെയ്യാം. ഇപ്പം ചെയ്ത പോലെ തന്നെ ഈ ആംഗിൾ മെഷർ ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ ചെയ്താലും നമുക്കിത് എത്ര ഡിഗ്രി കിട്ടുകയാണെന്ന് അറിയാമോ? 90 ഡിഗ്രി തന്നെ കിട്ടും. അതായത് അപ്പം നമ്മൾ ഇതിൽ നിന്നും വേറൊരു പ്രിൻസിപ്പൾ പഠിക്കുകയാണ്. ഏതൊരു സർക്കിളിൻ്റെയും ഡയമീറ്റർ വരച്ചിട്ട് ആ ഡയമീറ്ററിൽ നിന്നും നമ്മൾ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ഇല്ലേ? എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും വരയ്ക്കാം. അതായത് ഈ ട്രയാങ്കിളിൻ്റെ രണ്ടറ്റം ഡയമീറ്ററിൻ്റെ എൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. മറ്റേ ട്രയാങ്കിളിൻ്റെ മറ്റേ പോയിന്റ് സർക്കിളിൽ ആയിരിക്കണം. സർക്കിളിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല, സർക്കിളിൻ്റെ ഉള്ളിലാവാനും പാടില്ല. സർക്കിളിന് വന്ന് മുട്ട് തന്നെ വേണം. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിൽ വരയ്ക്കാം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒന്നും പുറത്തേക്കൊന്നും പോകരുത്, അല്ലെങ്കിൽ ഇത് മുട്ടാതെ ഉള്ളിൽ നിൽക്കാനും പാടില്ല. ഇങ്ങനെ വരരുത്. ശരിക്കും സർക്കിളിന് വന്ന് മുട്ടി കഴിഞ്ഞാൽ ഈ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻ ഏരിയ സർക്കിൾ ഇഫ് ദ എൻഡ്സ് ഓഫ് ഡയമീറ്ററിന്റെ എൻഡിൽ നിന്നും തുടങ്ങണം ആർ ജോയിൻഡ് ടു അനദർ പോയിന്റ് ഓൺ ദ സർക്കിൾ. ആ മൂന്നാമത്തെ പോയിന്റ് സർക്കിളിലും ആവണം.
then what would be the angle B? What would be the angle got? നമുക്ക് ഏത് ആംഗിൾ ആയിരിക്കും കിട്ടുക? We will get 100 degree. നമുക്ക് 100 degree കിട്ടും. മനസ്സിലായില്ലേ? ഏത് സർക്കിളിൻ്റെയിലും ഡയമീറ്ററിൻ്റെ എൻഡിൽ നിന്നും ആരംഭിക്കുന്ന അതായിരിക്കും. ഡയമീറ്ററിൻ്റെ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന ട്രയാങ്കിൾ ആയിരിക്കും. പിന്നെ ആ പോയിന്റ് സർക്കിളിന്മേൽ തന്നെ ആവും വേണം. അപ്പം നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡിഫറെന്റ് ഐസോസെലസ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ വിത്ത് വൺ ആംഗിൾ 50 ഡിഗ്രി ആൻഡ് വൺ സൈഡ് 7 സെന്റിമീറ്റർ? ഒരു ആംഗിൾ 50 ഡിഗ്രിയും ഒരു സൈഡ് 7 സെന്റിമീറ്ററുമായിട്ട് നമുക്ക് എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുന്നു? എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും? ആദ്യം തന്നെ നമുക്ക് വരച്ചു നോക്കും. ഒരെണ്ണം 7 സെന്റിമീറ്റർ. നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ഒരു സൈഡ് ഇപ്പോൾ ഒരു 5 സെന്റിമീറ്റർ എടുക്കാം. ഇത് 50 ഡിഗ്രി വേണം. അപ്പോൾ ഇതും 5 സെന്റിമീറ്റർ തന്നെ. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇതും 50 ഡിഗ്രി, ഇത് 5 സെന്റിമീറ്റർ. കാരണം രണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് പറഞ്ഞിട്ടുണ്ട്. ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കുമ്പോൾ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ 50 ഡിഗ്രി ഇത് കിട്ടി. അപ്പോൾ ഇത് എത്രയാവും? ഇത് 50 ഇതാവും, ഇത് 80 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ വരയ്ക്കാം. പിന്നെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റാ. പിന്നെ നമുക്ക് 7 സെന്റിമീറ്റർ എടുക്കാം. മുകളിലായിരിക്കണം അപ്പോൾ 50 ഡിഗ്രി വരുന്നത്. മുകളിൽ 50 ഡിഗ്രി വരുമ്പോൾ ഇത് രണ്ട് സൈഡും ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി വരുമ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ എത്ര വീതം വരണം? 50 കഴിച്ചിട്ട് ബാക്കി 130 ഡിഗ്രി ആകുമ്പോൾ 65 ഡിഗ്രി. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. രണ്ടും ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ. ഇങ്ങനെ വരയ്ക്കാം. അടിയിൽ 7 സെന്റിമീറ്റർ ഉണ്ട്. ഇനി ഇവിടെ ഇഷ്ടമുള്ള ഒരു സൈഡ് എടുത്തിട്ട് ഇവിടെയും 7 സെന്റിമീറ്റർ വീതം വരയ്ക്കാം. ഇവിടെ 50 ഡിഗ്രി കൊടുക്കാം. അപ്പോൾ ഇവിടെയും 50 ഡിഗ്രി വരും, ഇവിടെ 80 ഡിഗ്രി വരും. ഇവിടെ ഇഷ്ടമുള്ള ഒരു 6 സെന്റിമീറ്ററോ എത്രയെങ്കിലും വെച്ചിട്ട് അങ്ങനെ വരയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 60 ഡിഗ്രി വരയ്ക്കുക. 6 സെന്റിമീറ്റർ നീളത്തിലൊരു സൈഡ് വരച്ചിട്ട് മുകളിലത്തെ ആംഗിൾ ആയിരിക്കണം 50 ഡിഗ്രി അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് നേരത്തെ പോലെ 65 വീതം വരയ്ക്കുക. ഇത് 7 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ വരയ്ക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് 7ഉം ഏതെങ്കിലും ഒരു ആംഗിൾ 50 ആയിട്ട് നമുക്ക് 4 തരത്തിൽ ഇങ്ങനെ ഐസോസെലസ് ട്രയാങ്കിൾസ് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ മനസ്സിലായി, രണ്ട് സൈഡ് ഈക്വൽ. ആ ഈക്വൽ ആയിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത 3 ആംഗിളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടും വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആംഗിൾസിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി ഈ ലെസണിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തൊരു വലിയ ലെസണാണിത്, എത്ര പാർട്ടായിപ്പോൾ. ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിപ്പോൾ. ഡ്രോ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. എങ്ങനെയാണെന്ന് അറിയാമോ? AB 7 സെന്റിമീറ്റർ ആൻഡ് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ A 67 and 1/2 ഡിഗ്രി ആൻഡ് ആംഗിൾ B 15 ഡിഗ്രി വിത്തൗട്ട് യൂസിങ് എ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാണ്ട് വേണം വരയ്ക്കാൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് 67 and 1/2 ഡിഗ്രിയാണ് ഒരു ആംഗിൾ. അത് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ പോലും അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെങ്ങനെയാണ് നേരത്തെ ചെയ്തത്? ആ 67 and 1/2 രണ്ട് തമ്മിൽ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആംഗിൾ പ്രൊട്രാക്ടർ വെച്ച് വരച്ചിട്ട് പിന്നെ അതിൻ്റെ ബൈസെക്ടർ വരച്ചിട്ട് നമ്മൾ അങ്ങനെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 67 1/2 പ്ലസ് 67 and 1/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 135 വരും അല്ലേ? 135 ഡിഗ്രി അല്ലേ വരാ? യെസ്, 135 ഡിഗ്രി വരും. ഈ 135 ഡിഗ്രി വരച്ചിട്ട് അപ്പോൾ AB 7 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. AB 7 സെന്റിമീറ്റർ. ആംഗിൾ A, അതായത് ഈ ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ ആണ് ഈ 67 and 1/2 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് 135 ഡിഗ്രി വരച്ചിട്ട് നമുക്ക് ഇത് ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. പക്ഷേ 135 ഡിഗ്രി എങ്ങനെ വരയ്ക്കും? അതിന് പ്രൊട്രാക്ടർ വേണ്ടേ? അതിന് വേണ്ടിയാണ് നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ, സെറ്റ് സ്ക്വയേഴ്സ്, നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ 2 സെറ്റ് സ്ക്വയർ, ഈ 2 സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആംഗിൾസ് ജോയിൻ ചെയ്തിട്ട് വരയ്ക്കാൻ നമ്മളൊരു 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഓർമ്മയുണ്ടാ? അങ്ങനെ നമുക്ക് 135 വരയ്ക്കാം. 135 വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ ആംഗിൾ വരയ്ക്കാൻ പറ്റും?
ഇവിടെ നമുക്ക് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ സൈഡ് കാണുന്നില്ലേ, ഈ സൈഡിൽ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും, ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഇവിടെ 90 ഡിഗ്രിയും ഇവിടെ 60 ഡിഗ്രിയും ആൻഡ് ഇവിടെ 30 ഡിഗ്രിയും ആയിരിക്കും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈ സെറ്റ് സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റെ ഇവിടെ 90 തന്നെ, ഇവിടെ 45 ഇതായിരിക്കും. അപ്പോൾ നമുക്ക് 90 ഡിഗ്രീൻ്റെ കൂടെ 45 ഡിഗ്രി ആഡ് ചെയ്താൽ നമുക്ക് 135 കിട്ടും. 135 ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഒരു 90 ഡിഗ്രി എടുക്കാം, അതിൻ്റെ കൂടെ 45 ആഡ് ചെയ്യണം. 45 ഉള്ളത് ഈ സെറ്റ് സ്ക്വയറിലാണ്, അതുകൊണ്ട് നമുക്ക് ഈ സെറ്റ് സ്ക്വയറിലത്തെ 90 എടുക്കാം. അപ്പോൾ ഇതിൻ്റെ 90 എടുക്കാൻ വേണ്ടി ഇതിങ്ങനെ ചേർത്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി, ഇതിൻ്റെ കൂടെ 45 കൂടി വരാം. 45 വരുന്ന സൈഡ് ഇതിനോട് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെൻസിൽ എടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ വരയ്ക്കുക. മനസ്സിലായ? വല്ലതും മനസ്സിലായ? 90ൻ്റെ കൂടെ ഈ 90യുടെ കൂടെ ഇതിൻ്റെ 45 കൂടി കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ 90യും 45 കൂടിയിട്ട് എത്ര വരും? ഇവിടെ എത്ര വരും? 45 + 90 135. അങ്ങനെ നമുക്കിവിടെ 135 ഇവിടെ കിട്ടി. മനസ്സിലായോ? 135 കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാം. എങ്ങനെയാ? കോമ്പസിൽ നമ്മൾ ഇഷ്ടമുള്ള ഒരു അളവ് എടുക്കുന്നു, ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരച്ച് 2 പോയിന്റ്സ് കിട്ടി. അപ്പോൾ നമ്മൾ M എന്ന 2 പോയിന്റ്സിന് പേര് കൊടുത്തു. എന്നിട്ട് ഇവിടെയും ഇവിടെയും കുത്തിയിട്ട് നമ്മൾ ഒരു മെഷർ എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇതിങ്ങനെ ഇതിലൂടെ പോയി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടി? ഈ ആംഗിൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ട്രയാംഗിളിന് 167 ആൻഡ് 1/2 ഡിഗ്രിയാണ് അതോടെ കിട്ടി. 135ൻ്റെ പകുതി കിട്ടി ബൈസെക്ടർ വരച്ചപ്പോൾ. എന്ന പോലെ ഇനി ആംഗിൾ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 15 ഡിഗ്രിയാണ്. 15 ഡിഗ്രി എങ്ങനെ വരയ്ക്കും? 15 കിട്ടാനായിട്ട് ഇതുപോലെ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. ഇത് 90 ആണ്, ഇത് 60 ആണ്, 30 ആണ്. 30 വരച്ചിട്ട് അതിൻ്റെ ബൈസെക്ടർ വരച്ചാൽ നമുക്ക് 15 കിട്ടും ഇല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ 30 കിട്ടാൻ വേണ്ടി നമ്മൾ 30 കിട്ടുന്ന ഭാഗം ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. അത് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 30 കിട്ടി. ഇനി ഇതിൻ്റെ ബൈസെക്ടർ വരയ്ക്കണം. ബൈസെക്ടർ വരയ്ക്കാൻ അറിയാലോ. ഇത് കോമ്പസ് എടുത്തു, ഇവിടെ കുത്തി ആർക്ക് വരച്ചിട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരച്ചു, ഇവിടെ കുത്തി ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? നമുക്ക് 15 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇനി ഈ 15 ഡിഗ്രി നമ്മൾ വരച്ചിരിക്കുന്ന ഈ സൈഡിനെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്താൽ നമ്മുടെ ABC എന്ന് പറയുന്ന ഈ പോയിന്റ് C എന്ന് പറയുന്ന നമ്മളുടെ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാണ്ട് വരയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയ്ക്ക് ഒരു കൺഫ്യൂഷൻ വന്നത്. ഇതുപോലത്തെ കണക്ക് നമ്മൾ മുന്നേ ചെയ്തതായിരുന്നു അല്ലേ. ഇങ്ങനെ ബൈസെക്ടർ വരച്ചിട്ട് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചത്. ഇത് പക്ഷേ പ്രൊട്രാക്ടർ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾക്ക് ഇതൊക്കെ എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ ഈ ചിലപ്പോൾ ഇനി 67 ആൻഡ് 1/2 ഡിഗ്രി തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലുമൊക്കെ അളവുകൾ തരാം. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഒന്നുകിൽ ഇങ്ങനെ 90, 45, 60, 30 ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനുകൾ നോക്കുക. ഇതിൽ കോമ്പിനേഷനിൽ വരയ്ക്കാൻ പറ്റുന്നതാണ് നോക്കുക. വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ഏതെങ്കിലും ആംഗിൾ ആയിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വരയ്ക്കുക. വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബൈസെക്ടർ വരച്ചിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ലെസൺ തീർന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.